പരമം മഹേശ്വരം എന്ന് പറഞ്ഞ ആ സർവശക്തനെ അവനാരാധിക്കും. നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ സർവശക്തനെ അതിലൂടെ മോചനം നേട്. എറണാകുളം ജില്ലയില് വൈറ്റില എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വലിയൊരു ജംഗ്ഷനാണത്. ഇപ്പൊ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്തുനിന്ന് വൈറ്റിലയിലേക്ക് കയറാം, അറിയാലോ. ആ വൈറ്റിലയിലേക്ക് കയറുമ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്ത് നമ്മൾ ആ ബൈപ്പാസിലേക്ക് കയറിയാൽ ഒരു ക്രിസ്തീയ ചർച്ച് കാണാം, നല്ല റൗണ്ടിൽ യേശുക്രിസ്തുവിന്റെ പിക്ചറൊക്കെ വെച്ച്. അപ്പൊ അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു. ഞാൻ അതിന്റെ തൊട്ടടുത്ത് 4 കൊല്ലം താമസിച്ചിരുന്നു. അവിടുത്തെ പള്ളിയിൽ അച്ഛനായിട്ട് എനിക്ക് നല്ല സൗഹൃദമായിരുന്നു. ഞാൻ അച്ഛനോട് നിരന്തരമായി ക്രിസ്ത്യാനിറ്റിയുടെ അബദ്ധത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ പള്ളിയിൽ കയറിച്ചു, ചർച്ചിൽ കയറിച്ചു. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ അവിടെ പള്ളിയുടെ ഏറ്റവും മുന്നിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന ഉടനെ ഞാൻ പറഞ്ഞു, അച്ഛോ, ഈ യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ ചുവട്ടിൽ ബൈബിൾ വെച്ചല്ലോ, അത് ബൈബിളിനോട് ചെയ്യുന്ന ഒരു അനാദരവായി പോയി. അപ്പൊ അച്ഛൻ ചോദിക്കുന്നു, എന്താ മണി അങ്ങനെ? ഒരു പ്രായം ചെന്ന അച്ഛൻ, അയാളെന്നുണ്ടോ പോലും എനിക്കറിയില്ല, എന്താ അങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ബൈബിളിലെ വാചകത്തിനെതിരാണ് നിങ്ങൾ ഈ ചെയ്യണേ. അദ്ദേഹം ചോദിച്ചു, ബൈബിളിലെ ഏത് വാചകത്തിന്? ഞാൻ പറഞ്ഞു, അച്ഛോ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാചകം നിങ്ങൾ എനിക്ക് വായിച്ചു തരണമെന്ന്. അപ്പൊ അച്ഛൻ ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ബൈബിൾ ഇപ്പോഴുള്ളതിനെ പറ്റിയാ പറയുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 4-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്ക് ഒന്ന് വായിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ എടുത്ത്, ഞാൻ തന്നെ വായിക്കണമെന്ന് ചോദിച്ചു. അച്ഛൻ തന്നെ വായിക്കണം, അച്ഛൻ എനിക്ക് വായിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എനിക്ക് വായിച്ചു തന്നു. എന്താ വായിച്ചത്? ഒരേ പെൺ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കരുത്, അതിനു മുമ്പിൽ നിങ്ങൾ ദൂഷിതരാകരുത്, നമിച്ചിട്ട് ദൂഷിതരാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്, ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. അപ്പൊ അച്ഛനിന്റെ മുഖത്തേക്ക് നോക്കി, ഒന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്, ഒന്നിന്റെയും രൂപം ഉണ്ടാക്കി അതുമ്പിൽ സാത്താങ്കം ചെയ്യരുത്. എനിക്കറിയാം, ഈ രൂപത്തെ ഉണ്ടാക്കി വെച്ചാൽ അതൊരു നിന്ദനയും കൂടിയാണ്. അതെന്താ? ഇപ്പൊ നിങ്ങൾ നോക്കൊരു മഹാനെ ഒരു ടൗണിലെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലാണ് പ്രതിഷ്ഠിക്കും. ഇപ്പൊ എന്റെ നാട് ബാലുശ്ശേരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ബാലുശ്ശേരിയിലെ കോൺഗ്രസ്സുകാർ രാജീവ് ഗാന്ധിയുടെ ഒരു രൂപം നല്ല വെണ്ണയിലൊക്കെ കുത്തി അവിടെ ഉഷാറായിട്ട് അവിടെ വെച്ചു. ഒരു 2 മാസം കഴിയുമ്പോഴേക്ക് പിന്നെ രാജീവ് ഗാന്ധിനെ കാണാനില്ല. എന്റെ കാക്ക കാഷ്ടിച്ചിട്ട് കാക്കത്തിട്ടം മാത്രമാണുള്ളത്. ഞാൻ അവിടുത്തെ കോൺഗ്രസ് ഓഫീസിൽ കയറി ചെന്നു. രാജീവ് ഗാന്ധിയോട് നിങ്ങൾക്ക് എന്താ അത്ര വെറുപ്പ്? രാജീവ് ഗാന്ധിന്റെ തല കക്കൂസാക്കാൻ കോൺഗ്രസ്സുകാർ ഇങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞു? ഇതാണ് ഞാൻ ചോദിച്ചത്. എന്റെ പ്രകൃതി അതാണ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി. എന്താ അങ്ങനെ ചോദിക്കാൻ വരിക? ഇതെന്താന്ന് ചോദിച്ചു. ഇത് രാജീവ് ഗാന്ധിന്റെ പ്രതിമയല്ലേ, ഇത് കക്കൂസാണോ പ്രതിമയാണോ എന്ന് ചോദിച്ചു. അവർക്ക് വേഗം മനസ്സിലായി. നിന്നിലല്ലേ BR അംബേദ്കറിന്റെ പ്രതിമ ബോംബെയിൽ ചെരുപ്പ് ചാർത്തി, ഭയങ്കര കലാപുണ്ടായി ബോംബെയില്. പിന്നെ BR അംബേദ്കറിന്റെ പ്രതിമ തകർത്തു. 4 ആളാ കൊല്ലപ്പെട്ട്, 4 ജീവൻ വലുതാ. അന്യായമായ മാർഗത്തിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ഏത് രാജാവ് നടക്കുക ഇസ്ലാമിന്? സൗദി അറേബ്യയിലെ ചക്രവർത്തിമാർ രാജകുടുംബത്തിലെ രാജാവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കഴിഞ്ഞ ആഴ്ച എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇസ്ലാം അതാ. അതുകൊണ്ട് ബിംബം വെച്ച് അതിനെ അനാദരിക്കരുത്. ഏതെങ്കിലും ഒരു ബിംബത്തിന്റെ നേരെ നായ കാലുപൊക്കി മൂത്രയിച്ചാൽ അത് ബിംബത്തെ അനാദരിക്കലും അതിലൂടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന മഹാനോടുള്ള. അതുകൊണ്ട് ആ വേദങ്ങളൊക്കെ പഠിപ്പിച്ച് രൂപം വെക്കല്ലേ. സർവശക്തനായ ദൈവത്തിന് രൂപമില്ല, അത് പഠിപ്പിച്ചു. ആ സർവശക്തനായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കും. അവ്യക്തം വെച്ചു മാപന്യം മാന്യന്തേ മാമബുദ്ധയ. ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളതാണ്, രാജഗുഹയോഗത്തിലുള്ളതാണ്, 9-ാം അധ്യായത്തിലുള്ളതാണ്. ദൈവം വടിയും കൊടയും ചൂടി മനുഷ്യരൂപത്തിൽ വരില്ല. നിങ്ങൾ വിചാരിക്കണ്ട, ദൈവം സർവശക്തനാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി. ഞാനും ദൈവം, നിങ്ങളും ദൈവം. അങ്ങനല്ല. അത് ശങ്കരാചാര്യർക്ക് കിട്ടിയത് ഗൗഡപാദനിൽ നിന്നാണ്. ആരാ ഗൗഡപാദൻ? ഗൗഡപാദനാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ യഥാർത്ഥ കർത്താവ്. അതിനെ വികസിപ്പിച്ച് വമ്പിച്ചൊരു വിപ്ലവം ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണ്. ഗൗഡപാദന് എവിടെ കിട്ടി? സെന്നവസ്തി എന്ന് പറഞ്ഞിട്ടൊരു ഇറാനിയൻ ഗ്രന്ഥമുണ്ട്. കാട് കയറിയ സൂഫി ചിന്തയുള്ള ഇറാനിൽ അനുഭവിക്കുന്ന ശീപാന്തമുണ്ടല്ലോ, ആ സെന്നവസ്തിയിൽ നിന്നാണ് എന്തുണ്ടായത്? അഹം ബ്രഹ്മാസ്മി തത്വമസി. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം പലരും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഞാനും നിങ്ങളും ദൈവമല്ല, നമ്മൾ ദൈവത്തിന്റെ അടിമകളാണ്, മനുഷ്യരാണ്.
കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, പലിശ കൊടുക്കുന്ന, തെമ്മാടിത്തം ചെയ്യുന്ന, പരസ്പരം കൊല്ലുന്ന, പരസ്പരം തല്ലുന്ന, കലാപമുണ്ടാക്കുന്ന ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവം മനുഷ്യനിലേക്ക് വരുന്നില്ല. മനുഷ്യനെ നന്നാക്കാൻ പ്രവാചകന്മാരാണ് വരും. അവർ മനുഷ്യരെ വന്ന് നന്നാക്കും. ഇനി ഞാൻ നിങ്ങളോട് തുറന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ സുഹൃത്തുക്കളെ. വളരെ പ്രാധാന്യമറിയിക്കുന്ന 2-3 കാര്യങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. വേദഗ്രന്ഥങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്ക്. ഇസ്ലാമിലെ ഇപ്പൊ ഞാൻ ഒരുപാട് വേദവാക്യങ്ങൾ ബൈബിളിൽ നിന്നും ഖുർആനിലെ ചതുർവേദങ്ങളിൽ നിന്നും ഒക്കെ ഉദ്ധരിച്ചു. ഇനി നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് നോക്ക്. അബ്രഹാം പ്രവാചകൻ എന്ന് പറഞ്ഞ പ്രവാചകനും മൂസ അലൈഹിസ്സലാം മോസസ് പ്രവാചകൻ, റാംസസ് രണ്ടാമൻ, അതായത് ഫറോവ ചക്രവർത്തി, ഫറോവമാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലൊരു ഫറോവ ചക്രവർത്തിയുടെ അടുത്ത് മൂസാ നബി ചെല്ലുകയാണ്. മൂസ എന്ന പ്രവാചകൻ അദ്ദേഹത്തോട് ഫറോവ ചക്രവർത്തി ചോദിക്കാൻ, ഫമൻ റബ്ബുക്കും മായ മൂസ, മൂസ നീ ഒരു പരിപാലകനെ കുറിച്ച് പറയണ്ടല്ലോ, ഒരു സർവശക്തനായ പരിപാലകനെ കുറിച്ച് നീ പറയുന്നുണ്ടല്ലോ, അതാരാ? നീ പരിചയപ്പെടുത്തുന്ന ദൈവം ആരാ? അപ്പൊ നിങ്ങൾ വളരെ ശാന്തമായി ചിന്തിക്കുമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഉള്ളാളത്ത് ഒരു തങ്ങൾ, ഈ ഉള്ളാളം തങ്ങളെ വിശ്വസിക്കുന്ന, ഉള്ളാളം തങ്ങളെ ആരാധിക്കുന്ന, ആരാധനാഭാവത്തോട് കാണുന്ന ഒരു സമൂഹം ഉണ്ട്. നിങ്ങൾക്കറിയാം. ലണ്ടനിൽ ചെന്നിട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടുന്ന് ചോദിക്കുകയാണ്, ഉള്ളാളം തങ്ങളെ അറിയോ? ഉള്ളാളം തങ്ങളെ അറിയോ? ലണ്ടനുകാരൻ എന്ത് ഉള്ളാളം തങ്ങൾ? പട്ടീസ് ഉള്ളാളോ? ഉള്ളാളോ എന്തുള്ളാളോ? അയാൾക്ക് എന്ത് ഉള്ളാളോ? ഉള്ളാളായ മടിയിൽ എല്ലാത്ത ആളായ മടിയ എനിക്കറിയില്ല. ഇനി ലോക ഭൂപടത്തിൽ കേരളം എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ സ്ഥലമാണ്. അതായത് ലോക ഭൂപടത്തിലെ ഇന്ത്യയുടെ ഭൂപടം എടുത്താൽ ആ ഇന്ത്യയുടെ താഴെ ഇങ്ങനെ 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 വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൽ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഒരു സൂചിപ്പട്ട് പോലത്തെ സ്ഥലമാണ് ലോക ഭൂപടത്തിൽ. നമുക്ക് വലുതാണ് ലോക ഭൂപടത്തിൽ. ലണ്ടനിൽ ചെന്നിട്ട് ഗുരുവായൂരപ്പൻ അറിയുമെന്ന് ചോദിച്ചാൽ ഓർക്ക് എന്ത് ഗുരുവായൂരപ്പൻ? ഓരോ പ്രാദേശിക ദൈവങ്ങൾ. ഇപ്പോ ഈ മമ്പർത്ത് ചില വിശേഷ ദൈവങ്ങൾ ഉണ്ടാവും. ചിലപ്പോ കണ്ണൂർ ജില്ലയിലെ ദൈവം കോഴിക്കോട് ജില്ലക്കാർക്ക് അറിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കണം, ആകാശവും ഭൂമിയിൽ സൃഷ്ടിച്ച ഒരു സർവശക്തനല്ലേ? ഇതാ ഈ ആൽമരം ഉണ്ടല്ലോ, ഈ ആൽമരത്തിന്റെ കുരു പകുത്തിട്ടുണ്ടോ? ആൽമരത്തിന്റെ കുരു പകുത്തായി ചെറിയ കടുകുമണി പോലെ വെളുത്ത ഒരു കുരു കാണാം. അതിൽ നിന്നാണ് ഈ ആൽമരം ഉണ്ടാവുന്നത്. റബ്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? പരിപാലകൻ. റബ്ബേ എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്നതല്ലേ? റബ്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താ? പരിപാലകൻ. ഒരു ചെറിയ വിത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ എൻഡ് വരെ അതിനെ കൺട്രോൾ ചെയ്യുന്ന സർവശക്തൻ. അപ്പൊ മോസസ് പ്രവാചകനോട് ചോദിക്കാൻ, ഒന്നുകൂടെ പറയാം, ഒരു രാജകൊട്ടാരത്തിലേക്ക് ഒരു പ്രവാചകൻ, ഒരു ഇസ്ലാമിന്റെ പ്രതിനിധി കയറി ചെല്ലുകയാണ്. അപ്പൊ ആ രാജാവ് ചോദിക്കാൻ, നീ പറയുന്ന ദൈവം ആരാണ്? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഞാൻ ഈ മമ്പറത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന നല്ല മനുഷ്യന്റെ മുമ്പിൽ ഞാൻ ആ മറുപടി അവതരിപ്പിക്കും. എന്താ മറുപടി? അതിന്റെ മലയാളം കേട്ടോളൂ, എല്ലാവരും അതിന്റെ മലയാളം കേട്ടോളൂ. റബ്ബുസ് സമാവാതി വല്ലർ, ഞാൻ പരിചയപ്പെടുത്തുന്ന ഈശ്വരൻ ആകാശങ്ങളുടെ പരിപാലകനാണ്. ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, അതിന്റെയൊക്കെ പരിപാലകൻ. തീർന്നില്ല. ആകാശഭൂമികൾക്കിടയിൽ സചേതനങ്ങളും അചേതനങ്ങളുമായി എന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും സൃഷ്ടിച്ചവൻ. എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഈ പരാമർശങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ. ആകാശങ്ങളിലും ഭൂമിയിലും അതിനിടയിലുമുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനാണ് എന്റെ ദൈവം. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, സ്വാമി പ്രേമാനന്ദക്കോ നിർമ്മലാനന്ദ യോഗി മരിച്ചുപോയി, ഗുരു നിത്യാനന്ദരി മരിച്ചുപോയി. ഉദാഹരണം സ്വാമിജി ചിദാനന്ദപുരി, അദ്ദേഹത്തിന് ഇവിടെ കയറി വന്ന് പറയാൻ കഴിയോ ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെയാണ് ഹൈന്ദവരെ നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് സ്വാമിജിക്ക് ഇവിടെ കയറി വന്ന് പറയാൻ പറ്റുമോ? ഇതാണ് എന്റെ ചോദ്യം. ഞാൻ ഈ പറഞ്ഞ പോലെ പറയാൻ പറ്റുമോ? ഒരു പള്ളിയിലച്ഛൻ ഇവിടെ കയറി പറയാൻ പറ്റുമോ? ഒരു മുസ്ലിയാർക്ക് ഇവിടെ കയറി പറയാൻ പറ്റുമോ? കബറാല നടത്തുന്ന ഒരു മുസ്ലിയാർക്ക് ഇവിടെ വന്നിട്ട് പറയാൻ പറ്റുമോ? മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മരിച്ചുപോയ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സുന്നി വിഭാഗത്തിന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഏതായാലും പറയില്ല. ഓല പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേട്ടിട്ടില്ലല്ലോ, ഇങ്ങോട്ട് കേൾക്കാനും കഴിയില്ല. ഇനി ഓല ഡ്യൂട്ടിയൊക്കെ മാറിപ്പോയിട്ടുണ്ട്, ഡ്യൂട്ടി വേറെ ആയി പോയിട്ടുണ്ട്. പക്ഷെ വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലായി, സൃഷ്ടിച്ച നാഥനെ അറിയുന്നില്ല എന്ന വല്ലാത്തൊരു കഷ്ടല്ലേ അത്? സൃഷ്ടിച്ച നാഥനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ അവൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നമ്മളോട്? ആ കരുണാമയനായ പടച്ചവൻ നമ്മൾ കുടിച്ച വെള്ളത്തിൽ പൈസ ചോദിച്ചിട്ടുണ്ടോ?
നമ്മൾ സ്വസ്ഥവായു വെന്റിലേറ്ററിൽ കിടത്തി കൃത്രിമമായി ഓക്സിജൻ നൽകിയുള്ള അവസ്ഥ എന്താ? 1 മണിക്കൂറിന് 4000-ന്റെ മേലെ ബില്ല. 10 മണിക്കൂർ വെന്റിലേറ്ററിൽ കിടത്തി ഓക്സിജൻ തന്നെ എത്ര രൂപയായി? 40,000 രൂപയോട് കൊണ്ടേ ഇറക്കണം. പക്ഷെ 60 വയസ്സുള്ള മാധവനും 60 വയസ്സുള്ള അബ്ദുൽ അസീസും 60 വയസ്സുള്ള ജോർജും 60 കൊല്ലം വായു ശ്വസിച്ചിട്ട് ഒരു യൂണിറ്റ് വായുവിന് ആ കരുണാമയനായ പടച്ചവന് പൈസ കൊടുത്തിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ജഗദീശ്വരന് ഒരു ഉദാഹരണത്തോടെ ഞാനത് ഒന്നുകൂടെ വ്യക്താക്കാം. ഈ മമ്പറും ടൗണിൽ ഒരാൾ വെയിറ്റ് ചെയ്യാണ് രാത്രി 12 മണിക്ക് ഒരു വണ്ടിക്ക് വേണ്ടി തലശ്ശേരി പോകാൻ അല്ലെങ്കിൽ മാഹി പോകാൻ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം ഒരു കാറ് ചാടി കാണിച്ചു. അയാൾ ചവിട്ടി നിർത്തി. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ മാഹിയിലെ കരുകൊള്ളു, ഞാൻ വടകരേക്കാണ്. ശരി, ഞാൻ നിങ്ങളെ വിട്ടുതരാ, ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ വിടുന്ന് ആ കാറിൽ കയറി മാഹിയിലെ പിന്നെ ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് കൊണ്ടുപോയിട്ട് അയാളെ ഇറക്കി. ശരിക്കും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളെ പഠിപ്പിക്കണമാതിരി പഠിപ്പിക്കേണ്ടി വരികയാണ്. അവിടെ ഇറക്കിയപ്പോൾ അയാൾ കാറിന്റെ നേരെ ഇറങ്ങി അവിടെ നിർത്തിയിട്ട് ടാക്സിക്കാരൻ്റെ അടുത്ത് ചെന്നു. അവിടെ നിർത്തിയിട്ടേ എന്നിട്ട് അയാളോട് താങ്ക്സ് അങ്ങനെ നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ കാറിൽ ഇറക്കിയ ഒരാളുണ്ടല്ലോ, ആ സൈഡിൽ കാറ് നിർത്തിയിട്ട് ഇറക്കിയിരുന്നല്ലോ മനുഷ്യൻ. അയാൾ വിചാരിക്കണ് നന്ദി കേട്ടോ, ഞാൻ ഇവിടത്തോളം ഡ്രോപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ട് അയാളോട് നന്ദി പറയേ. കാറുകാരൻ വിചാരിക്കണ എന്താ, ഇതിനെന്തിനാടാ എന്നോട് നന്ദി പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ്. അതുപോലെയാണ് നമ്മുടെ അവസ്ഥ. വായു നൽകിയത് അള്ളാഹു, വെള്ളം നൽകിയത് അള്ളാഹു, അഥവാ പ്രപഞ്ചത്തിന്റെ നാഥൻ. നമുക്കെല്ലാം നൽകിയ പ്രപഞ്ചത്തിന്റെ നാഥൻ. താങ്ക്സോ ഗുരുവായൂരപ്പന്, ഉള്ളാളം തങ്ങൾക്ക്, ഭീമാവുമ്മിച്ചക്ക്, മുഹമ്മദ് നബിക്ക്, പിശാരിക്കാവിൽ അമ്മക്ക്. എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാരെ? നമുക്ക് ഒരു ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് കുട്ടീനെ തന്നിട്ടില്ല, ഒരു മുഹമ്മദ് നബി നിങ്ങൾക്ക് കുട്ടീനെ തന്നിട്ടില്ല. നിങ്ങൾക്ക് കുട്ടീനെ തന്നത് സാക്ഷാൽ പടച്ച തമ്പുരാനാണ്, പ്രപഞ്ചത്തിന്റെ നാഥനാണ്, ലോകത്തിന്റെ നാഥനാണ്. 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ഒറ്റ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമിക്കേണ്ടത്. അതാ, ആ ദൈവത്തിന് മേൽ നമിച്ചാലേ സ്വർഗം കിട്ടും. ദൈവേതരുടെ നിങ്ങളാരാ? ഇപ്പൊ സാധാരണ മനുഷ്യന്റെ അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്താ? ഒരു പാട്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോ ഇങ്ങനെ കേട്ടതാണ്. അപ്പൊ അത് എന്റെ വിഷയവുമായി ബന്ധമുള്ളതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ അത് പഠിച്ചു. എന്താ പാട്ട്? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളാണ് ഭാസ്കരന്റെ ജീവിതത്തിലെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഏത് വേദത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് അതിന്? ഋഗ്വേദം എടുത്തോ, എന്റെ മുമ്പിൽ വെച്ചോ, വായിച്ചോ, ഒരിടത്തും കാണാൻ കഴിയില്ല. ഒരിടത്തും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിർവഹിക്കുന്നത് സാക്ഷാൽ പടച്ച തമ്പുരാനാണ്. വേദക്കൂൻ, ദീപീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ലോകത്തിന്റെ സൃഷ്ടാവ്. മാത്രമല്ല, ആസ്ട്രോണമി പഠിച്ച ഏതെങ്കിലും ചെറിയ കുട്ടി പറയൂ ഇത്? ആസ്ട്രോണമിയുടെ ബാലപാഠം എന്താ? ഇപ്പൊ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ചില നക്ഷത്രങ്ങൾ കാണാം. നിങ്ങൾ ഒരു വരിയിൽ 3 നക്ഷത്രം കണ്ടിട്ടില്ലേ? ഒരു വരിയിൽ 3 നക്ഷത്രം സാധാരണ ആകാശത്തേക്ക് നോക്കിയാൽ അതൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളുടെ വിചാരം. മോഡേൺ സയൻസിനോട് ചോദിക്കുകയും നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങൾ ചത്തുപോയി, മരിച്ചുപോയി. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ബിഗ് ബാങ് തിയറി മുതൽ തമോഗർത്തം വരെ, ബ്ലാക്ക് ഹോൾസ് വരെ എന്നൊരു പുസ്തകമുണ്ട്, കാലത്തിന്റെ സംക്ഷിപ്തം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നതറിയോ? നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ജനിമൃതികളുള്ള നക്ഷത്രം മനുഷ്യ ജീവിതത്തിൽ ഇടപെടുമെന്ന് പറയുന്നതിന്റെ ബുദ്ധി എന്താ? മരിച്ചു പോകുന്ന ഒരാൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടേ. എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു അതീശാധികാരി, എന്റെയും നിങ്ങളുടെയും നാഥൻ, നമുക്ക് ഹാർട്ട് നൽകിയവൻ, നമുക്ക് സെറിബെല്ലം നൽകിയവൻ, പാൻക്രിയാസിലെ അന്തസ്രാവി ഗ്രന്ഥിയെ കൺട്രോൾ ചെയ്യുന്നവൻ, 200 കോടി ബൃഹത് ഗ്രന്ഥങ്ങളുടെ വിജ്ഞാനം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി തലച്ചോറിന് നൽകിയ സർവേശ്വരൻ. ആ സർവേശ്വരനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചോ? പർവ്വതങ്ങളെ സൃഷ്ടിച്ച സർവേശ്വരനെ, ഹീൽ മത്സ്യങ്ങൾ സർഗാസോ സാഗരത്തിൽ മുട്ടയിട്ട് ഉടൻ തലയും വാലുമടിച്ച് ചാവുന്ന ഹീൽ മത്സ്യങ്ങൾ, അതിന്റെ കുഞ്ഞ്, അതിന്റെ ജനിതക കോടുകളിൽ എഴുതി വെച്ച ആ ജീവൽ ഗ്രന്ഥി ദർശനത്തെ ഉൾക്കൊണ്ട് അങ്ങ് യൂറോപ്പിന്റെ ബർമുഡയുടെ ഭാഗത്ത് ചെന്ന് തിരിച്ചു പോകുന്ന 15,000 കിലോമീറ്റർ ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലെ ദേശാന്തരഗമനം നടത്തുന്ന ആർട്ടിക്ടേൺ എന്ന പക്ഷി, അത്ഭുതകരമായ തേനീച്ച. ഖുർആനിൽ ഒരു അധ്യായം തന്നെ തേനീച്ചാണ്, ഒരു അധ്യായം തന്നെ തേനീച്ച. ആ തേനീച്ചയെ കുറിച്ച് പറയുന്നത് പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ലോകത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന അതീശാധികാരിയായ സർവശക്തനായ ഒരിക്കലും മരിക്കാത്ത അളവറ്റ ദയാപരനായ 714 കോടി മനുഷ്യരെയും നിയന്ത്രിക്കുന്ന നമ്മളുടെ നാഥൻ,
മനുഷ്യകുലത്തിന്റെ നാഥൻ. ഖുർആനിൽ 21 തവണയാണ് മനുഷ്യരെ മനുഷ്യരെ എന്ന് വിളിച്ച്. ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനും ബ്രാഹ്മണൻ, ഭഗവാന്റെ കാൽപാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവനും ശൂദ്രൻ എന്ന് മനുസ്മൃതിയുടെ 1-ാം അധ്യായം 100-ാമത്തെ വചനത്തിലില്ലേ? അത് മതമല്ല, പ്രവാചകന്മാർ പഠിപ്പിച്ചല്ല. അതാണ് രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് മഹാത്മാഗാന്ധി ഹരിജൻസിൽ എഴുതിയത്. ആ ജാതീയതയിൽ അപ്പുറത്തേക്കുള്ള ഒരു വിമോചനം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരച്ഛന്റെ ഒരമ്മയിൽ നിന്നാണ് ഈ മനുഷ്യകുലം മുഴുവൻ ഉണ്ടായത്. ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഞാനും നിങ്ങളും ഒക്കെ ഒരച്ഛന്റെ അമ്മയുടെയും മക്കളാണ്. മതം ഏതും സ്വീകരിച്ചുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം. ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്. ആർക്കും ഏത് മതവും സ്വീകരിക്കാം, ആരും ആരെയും നിർബന്ധിക്കണ്ട. പക്ഷെ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന എനിക്ക് നൽകി. അത് കേൾക്കാനും കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും നൽകി. നിങ്ങൾക്കും പറയാം, നാളെ ഞാനും കേൾക്കും. എല്ലാവരും പരസ്പരം കേൾക്കാൻ തന്നെ തയ്യാറായാൽ ഒരുപാട് നന്നാവും. നമ്മളെ തച്ചു മുതലെടുക്കുന്ന ചിലരുണ്ട് എല്ലാറ്റിലും. അവരെ തിരിച്ചറിയലാണ് നമ്മുടെ. എന്നിട്ട് നമ്മൾ ഒന്നാവും. ഈ ഭാരതത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, മദ്യമുക്തമായ ഒരു കേരളത്തിന് വേണ്ടി, പലിശമുക്തമായ ഒരു കേരളത്തിന് വേണ്ടി, സ്വന്തം ഭാര്യ ഭർത്താവിനെ ചതിക്കുന്ന വൃത്തികേടുകളിൽ നിന്നൊരു മോചനം. സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിന്റെയും ദേശത്തിന്റെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? മതത്തെ എതിർക്കുന്നവരും മതത്തെ നിഷേധിക്കുന്നവരും ഒക്കെ ഉറക്കെ ചിന്തിക്കട്ടെ, എന്താ ഇവിടെ വരുന്നത്? അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കാൻ. മഗ്രിബ് ബാങ്ക് ഇപ്പൊ കൊടുക്കും പള്ളിയിൽ. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് സംസാരിക്കും. അരമണിക്കൂറുടെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അത് കേട്ട് ഉൾക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി പഠിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ സ്വാമിജിമാരും പള്ളിയിലച്ചന്മാരും ഈയുള്ളവരും പങ്കെടുത്ത ഒരുപാട് ക്ഷേത്ര പ്രഭാഷണങ്ങൾ എന്റെ പേര് നിങ്ങൾക്ക് നെറ്റിലടിച്ചു കൊടുത്താൽ കിട്ടും. ഏത് വിഷയം നിങ്ങൾക്ക് പഠിക്കാം. എന്റെ നമ്പറിൽ വിളിക്കാം, എന്നെ വിമർശിക്കാം, എന്നെ തിരുത്താം. എന്റെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അങ്ങനെ തിരുത്തിയും തിരുത്തിച്ചും ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ച് ഒരു നല്ല നാടിന് വേണ്ടി, യശസ്സുള്ള ഒരു രാജ്യത്തിന് വേണ്ടി, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, അലിവിന്റെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സാവർത്തിത്വത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകാൻ ഈ നാട്ടിലെ മനുഷ്യർക്ക് സാധിക്കുമാറാകട്ടെ. സർവശക്തൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരമണിക്കൂറിന് വേണ്ടി അരമണിക്കൂറുകൂടെ സംസാരിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് താൽക്കാലികമായി ഈ സംസാരം ഇവിടെ നിർത്തുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ അരമണിക്കൂർ കൂടെ തുടരും. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയങ്കരായ സത്യാന്വേഷികളായ കാര്യങ്ങളെ അപഗ്രഥാത്മക സ്വഭാവത്തോടെ നോക്കിക്കാണുന്നു ഈ നാട്ടിലെ നല്ലവരായ സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിലാണ് ഇവിടെ സംസാരം നടക്കുന്നത്. ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയമാണ് ഇവിടെ ഇതുവരെ സംസാരിക്കുന്നത്. ദൈവം തന്നെ ഇല്ലെങ്കിലോ? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഇല്ല എന്ന് പറയുന്ന പാവങ്ങളായ സാധുക്കളായ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത നമ്മുടെ നിരീശ്വര നിർമ്മത മത നിഷേധ ചിന്തയൊക്കെയുള്ള കുറച്ച് ആളുകൾ മതപുരോഹിതന്മാർ കാണിക്കുന്ന തോന്നിയാസങ്ങൾ കണ്ട് മനംമടുത്തിട്ടാണ് അവരത് പറഞ്ഞത്. അതിൽ സംശയമൊന്നുമില്ല. ദൈവത്തെ എവിടെ കണ്ടാലും ഓടിച്ചിട്ടിടിക്കുന്നു പറഞ്ഞ വലിയ ചിന്തകന്മാരുണ്ടായിരുന്നു ലോകത്ത്. ദൈവം മരിച്ചു എന്നാണ് നിഷേ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഗൗരവമായ ചില കാര്യങ്ങൾ ആലോചിക്കാൻ, ഈ കാണുന്ന പാറ്റകൾ താനേ ഉണ്ടായതാ ആണോ? ഒരു മുട്ടുസൂചി ഉയർത്തിപ്പിടിച്ചിട്ട് ഒരാൾ പറയുന്നത് താനേ ഉണ്ടായത്. എന്റെ ഉള്ളം കൈയിൽ നിന്ന് മുട്ടുസൂചി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാലും ആളുകൾ പറയാം എന്റെ ഉള്ളം കൈക്കല്ല വേറെ രണ്ടാ തലക്കാണ് അല്ലേ? ഉള്ളം കൈയിൽ നിന്ന് മുട്ടുസൂചി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും? ഇവിടെ
ഒരു മുട്ടുസൂചി ഉണ്ടാകാൻ ഏറ്റവും ചുരുങ്ങിയ 6 സംഗതികൾ കൂടി ചേർന്ന്. എന്തേ? വൈദ്യുത വേണം, ഫാക്ടറി വേണം, അതിനാവശ്യമായൊരു പ്ലാന് വേണം, മെറ്റീരിയൽസ് വേണം, അതറിയാവുന്ന നിർമ്മാതാക്കൾ ഉണ്ടാവും. എന്തെല്ലാം കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് മുട്ടുസൂചി ഉണ്ടാവുക? വിശുദ്ധ ഖുർആൻ ലാസ്റ്റ് എഡിഷൻ, ഖുർആനിലെ 36-ാം അധ്യായം 38-ാമത്തെ വചനം സൂര്യനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. സൂര്യൻ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. പ്രതാപവാനായ സർവശക്തനായ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ഒരു നിശ്ചിതമായ പദമേഖലയിലൂടെ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ സൂര്യൻ നിശ്ചലമാണെന്നല്ല. ഗലീലിയോ ഗലീലി, കോപ്പർനിക്കസ്, ബ്രൂണോ ശാസ്ത്രകാരന്മാരായിരുന്നു അവർ. ക്രൈസ്തവ ലോകം അവരോട് പെരുമാറിയത് ശാസ്ത്ര വിദ്യാർത്ഥികളോട് ഞാൻ പറയേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് പറയുന്നത് എന്താ? സൂര്യൻ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ ഉദിക്കുന്നു. ഞാൻ ക്ലിയറായി പറയാം. 6:30 ഉദയം സൂര്യൻ, 6:29 കഴിഞ്ഞ് 58 സെക്കൻഡ് കഴിഞ്ഞാലും സൂര്യൻ ഉദിക്കൂല. അല്ല, 6:30 6:32 ഉദിക്കാണ്ട് നിൽക്കൂല. ഇനി പറ, വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം 38-ാമത്തെ വചനം കറക്റ്റ് ആണോ അല്ലേ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ. ഒരു നിശ്ചിത കണക്കനുസരിച്ച് ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ ലോകത്ത് ജനശതാബ്ദി എന്നും 6:15 എത്തിയിട്ടുണ്ടോ കോഴിക്കോട്? ഇല്ല. ഇവിടെ ഈ പ്രോഗ്രാം 4 മണിക്ക് തുടങ്ങുന്ന അങ്ങക്ക് നോട്ടീസ്, എന്നോട് 4:30 തുടങ്ങിയതോ 4:45. മനുഷ്യൻ അങ്ങനെ. സൂര്യനോ കൃത്യത്തിൽ ഉദിക്കുന്നു, കൃത്യത്തിൽ അസ്തമിക്കുന്നു. ലോകത്തെ ആരെങ്കിലും നിങ്ങൾ നോക്കേ, 6:50 പ്രകാശം വിടുന്നില്ല, ഇരുട്ട് പരക്കണില്ല. വൈകുന്നേരം 6:50, 7:50, 8:50. അപ്പൊ ഒരു സംശയം ഭാസ്കരന്, എന്റെ വാച്ച് തെറ്റിയതാ? എന്റെ വാച്ചിൽ 8:30 3:8 ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത ആളോട് ചുമ്മാ വാച്ചിൽ സമയത്ത് 8:30. 8:30. നിങ്ങളുടെ വാച്ചിലോ 8:30. കോഴിക്കോടേക്ക് വിളിച്ചു നോക്കി, സമയത്ത് രാത്രി 8:30. പക്ഷെ ഇരുട്ടാകുന്നില്ല, സൂര്യൻ അസ്തമയം. അങ്ങനെ അവസ്ഥ ഉണ്ടോ മോനെ? ഇല്ല ഇല്ല. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽഖമറ ഖദ്ദർനാഹു മനാസില. സൂര്യൻ, ചന്ദ്രൻ എല്ലാം ഇവിടെ കണിശ. 10 മണി മുല്ല എന്നൊരു സാധനം ഉണ്ട്, 10 മണി മുല്ല. എന്റെ വൈഫിനോട് പറഞ്ഞേ, ഞാന് 10 മണി മുല്ല കിട്ടിയിട്ടുണ്ട്, ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആയിക്കോട്ടെ, നല്ല കാര്യം. പിന്നീട് ഞാൻ ആ 10 മണി മുല്ലയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഷാർപ്പ് 10 മണിക്കാണ് 10 മണി മുല്ല വിടരുന്നത്. 9:59 കഴിഞ്ഞ് 59 സെക്കൻഡ് ആയാലും വിടരുന്നില്ല. 60 സെക്കൻഡ് വിലർക്കുമ്പോ 10 മണി മുല്ല വിടരുന്നു. ആര് പറഞ്ഞു അതിനോട് ക്ലോക്കിൽ 10 മണിയായിരുന്നു? അരമണി പറഞ്ഞു. ആരാ പറഞ്ഞത്? ആരാണ് 10 മണി ഷാർപ്പിനെ അതിനെ വിടർത്തിയതാരാ? ആരാ? ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിന്റെ മുമ്പിൽ കണിശതയില്ലതുണ്ടോ? ആരെന്റെ മാധവായി ഇതിനെ സൃഷ്ടിച്ചു? ഈ അണ്ടഘടാഹത്തെ, ഈ 14 ലോകങ്ങളെയും ആര് സംവിധാനിച്ചു? അവനാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബനൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. ഖുർആനിലെ 83-ാം അധ്യായം 22 മുതലുള്ള വചനം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? മനുഷ്യരെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഭുജിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് മനുഷ്യ നീ ചിന്തിച്ചിട്ടുണ്ടോ?
ഒരു ഫ്രൂട്ട് കടയിൽ ഇങ്ങനെ കയറി റോബസ്റ്റപ്പായി ഇങ്ങനെ ഇരിഞ്ഞ് മതവട്ടാ പതുണ്ടല്ലേ എന്നൊരു ചോദിച്ചു. അങ്ങനെ വാങ്ങി അതിങ്ങനെ ഇരിഞ്ഞ് ഇങ്ങനെ ചമക്കുമ്പോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആലോചിച്ചുണ്ടോ ആ റോബസ്റ്റപ്പായത്തിന്റെ മാംസല്ലേ ഞാനും നിങ്ങളും മൂത്രൊഴിച്ചും കാഷ്ടിച്ചും വൃത്തികേടാക്കി മണ്ണെന്നാണ് പ്രപഞ്ചനാഥൻ ആ റോബസ്റ്റപ്പായത്തെ ഇങ്ങനെ ആക്കി. മനസ്സിലായോ? ആ മാംസം ഉണ്ടല്ലോ റോബസ്റ്റപ്പായത്തിന്റെ മാംസം, സർവശാസ്ത്രജ്ഞന്മാരും നമ്മൾ ആരാധിക്കുന്ന സർവദൈവങ്ങളും ഒന്നിച്ചു ചേർന്നാൽ അതിൽ ഒരു തരിമ്പുണ്ടാക്കാൻ കഴിയും. ഈ പറക്കണ പ്രാണിന്റെ കാലുണ്ടാക്കാൻ കഴിയും. മനുഷ്യന്റെ മിസ്സായത് എന്തൊരു അഹങ്കാരം നടക്കണൊക്കെ കണ്ടോ, ലോകം മുഴുവനെ നിയന്ത്രിക്കുന്നു അല്ലേ? ഈ മഹാപ്രപഞ്ചത്തെ ഇவ்விധം സൃഷ്ടിച്ചൊരു സിട്ടാവിനെ കണ്ടെത്തുന്നിടത്ത് പരാജയപ്പെട്ട മനുഷ്യ, നീ എന്തിനു പറ്റും? നീ പ്രപഞ്ചത്ത് നോക്കിയിട്ടുണ്ടോ? എടാ ഞാൻ രാവിലെ വരും ഷാർപ്പ് 8:30 ഏർലി മോർണിംഗ് മീറ്റ് അഗൈൻ എന്നൊക്കെ പറയും. എന്റെ ഡയലോഗ് കാച്ചി ഞാൻ പറഞ്ഞു. രാവിലെ 7 മണിയായപ്പോ വിളിച്ചു നോക്കുമ്പോൾ ഉണരുന്നില്ല, ചത്ത് വെറുങ്ങലിച്ച് കിടക്കുകയാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമൂത് ഫീ മനാമിഹാ. ഉറങ്ങുന്ന ദൈവം നിങ്ങളെ പിടിച്ചുകൊണ്ടേ എങ്ങോട്ട്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ജീവിതത്തിന്റെ കണക്ക് പുസ്തകം കയ്യിൽ തരാൻ, ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ തോത് ബോധിപ്പിക്കുന്ന ഗ്രന്ഥം കയ്യിൽ നൽകാൻ, അധർമ്മങ്ങളോട് അനീതിയോട് അരാജകത്വത്തോട് കൂറുപുറത്ത് ജീവിച്ച് രാജ്യത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തിയതിന്, സമാധാന ചിത്തമായി കഴിഞ്ഞ കോളനിയിൽ ബോംബ് കൊണ്ടുപോയി തുപ്പിയതിന്, പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ മയക്കുമരുന്ന് വിറ്റതിന്, ഉടുതുണിക്ക് മറുപടിയില്ലാതെ പട്ടിണി കിടന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ദൈവസന്നിധിയിൽ നിന്നെ കൊണ്ടുവരും. ആ അധർമ്മത്തിന് ചോദ്യം ചെയ്യാൻ നിന്നെ കൊണ്ടുവരും. അധർമ്മങ്ങൾ അരങ്ങ് തകർക്കുന്ന ലോകത്ത് ധർമ്മം ഉണ്ടാവണം. ആ ധർമ്മം ഉണ്ടാകണമെങ്കിൽ മനുഷ്യർ നന്നാകണം. കേരളത്തിലെ ഇന്നത്തെ മൊത്തത്തിലുള്ള സാമൂഹിക അവസ്ഥ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? യുവാക്കളോട് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? സ്വന്തത്തിന് വേണ്ടി, നാട്ടുകാർക്ക് പോട്ടെ, അവനാനും വേണ്ടിയെങ്കിലും ഒന്നിങ്ങനെ ഓർത്തെടുത്ത് നോക്ക്. രാവിലെ നേരം വെളുത്ത് റഫ് ആൻഡ് ടഫ് പാൻറ്റും വലിച്ചു കയറ്റി ഒരുത്തർ പോന്ന, അതായത് പോർട്ടർ ചുമക്കാൻ പോകുന്ന പാകതയിൽ ഒരു മൊബൈലും കയ്യിൽ തൂക്കി, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓന്റെ കൈ, ഓൻ അള്ള കൊടുത്ത ഈ 5 കൈമ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഫ്ലാറ്റിൽ അതുമായിട്ട് നടന്ന് 2 വീലർ എടുത്ത് അതുമായിട്ട് ഇങ്ങനെ പോയി. ആ വളവ് ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് വളച്ചപ്പോ ടിപ്പർ ലോറിന്റെ ഉള്ളിലാണ് പോയി. പിന്നെ തലച്ചോറ് ഇങ്ങനെ പത്തിരി പോലെ അവിടെ കിടന്ന് ആളുകൾ മാന്തി വാരി കൂട്ടി. കുഞ്ഞമ്മക്കാന്റെ മോൻ ബഷീർ കാഞ്ഞ്, അല്ലേ? അല്ലേ ജീവിതം? അതല്ലേ ജീവിതം അല്ലേ? അതിനിടക്ക് വല്ലപ്പോഴും ഞാനെന്ന യുവാവ് ഈ ഭൂമിക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? സ്വന്തം മാതാവ്, സ്വന്തം അച്ഛനും അമ്മയും, അല്ലേ? 10 മാസം മുമ്പ് പ്രസവിച്ച പ്രസവ വേദനയുടെ പ്രഷറും ഷുഗറും എല്ലാം ബാധിച്ച് വേച്ച് നടന്ന നിന്റെ അമ്മ, നിന്റെ ഉമ്മ, തീർച്ചാ തീരാത്ത കടപ്പാട്. വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാൽ സ്വന്തം അമ്മയെ കട്ടപ്പനയിൽ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു. കൂട്ടുകാരൻ അമ്മയെ പ്രാപിക്കുന്നത് കണ്ട് നോക്കി നിന്നോ? മദ്യത്തിന്റെ ലഹരിയിൽ, അല്ലേ? അയ്യപ്പൻ എന്ന് പറയുന്ന കേരളത്തിന്റെ കവി തിരുവനന്തപുരത്തെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ കള്ളു കുടിച്ച് മരിച്ചു വീണു. വായിൽ ഒരു പിടി ഉറുമ്പുമായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ബോധമില്ലാതെ നായ പോയിട്ട് അയാളെ വായിലേക്ക് ചൊരത്തി കൊടുത്ത്. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി കള്ളു കുടിച്ചില്ലെന്ന് നേടി വീട്ടിലേക്ക് കയറി വരുമ്പോ അമ്മ ഓടി ഒളിച്ചു. ജന്മം നൽകി താരാട്ടുപാടി അമ്മിഞ്ഞ പാലോലവും ചോരിവ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞെ, മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകേനൊട്ട വാത്സല്യമോട് ഓമനിപ്പാൻ. അമ്മ എന്ന ലഹരി, അമ്മ എന്ന വികാരം, അമ്മയുടെ മടിക്കെട്ട്, അമ്മ നുകർന്നെന്ന വയറിനോട് ചേർത്ത് പിടിച്ച് മാറിൽ നിന്ന് സ്തന്യം നിന്ന് താരാട്ടുപാടിയ അമ്മയുടെ മാറിടത്തിലേക്ക് കത്തികുത്തി കെട്ടുന്ന യുവത്വത്തെ ആരുണ്ടാക്കി? സാമ്രാജ്യത്വ ശക്തികളുണ്ടാക്കി, പണക്കൊതിയന്മാരുണ്ടാക്കി, ഭൗതിക ലോകത്തോട് ബലമുള്ളവരുണ്ടാക്കി. അത് തിരിച്ചറിയാനുള്ള നട്ടല് ത്രാവി ലോകത്തെക്കുറിച്ചുള്ള ബോധം, മനുഷ്യനെന്ന ചിന്ത, ഇതര ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തരാക്കിയ ആ ബോധം, ഞാനെന്ന സ്വത്വത്തോടുള്ള ചിന്ത, ഈ രാജ്യത്തിന്റെ ആത്മാവ്, അത് തൊട്ടറിയാനുള്ള വിവേകം, കഴിവ്,
കഴിവ് നഷ്ടപ്പെട്ടു കുറെ കാലമായി, ഒരുപാട് കാലമായി. ഇവിടെ രാജ്യസേവനം ചെയ്യുന്ന ഒരു യുവത്വത്തെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സൈക്കിൾ ചെയിനും കുറുവടിയും പിച്ചാത്തിയുമായി കൊട്ടേഷൻ പാർട്ടിയെ സൃഷ്ടിക്കാനല്ലാതെ ആ കൊട്ടേഷൻ പാർട്ടികൾക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള കേന്ദ്രം ജയിലറകളായി അല്ലേ നമ്മുടെ നാട്? അവിടെയാണ് മാനവകുലം ഒന്നാലോചിക്കേണ്ടത്. ഇതിങ്ങനെ പോയാൽ മുങ്ങിപ്പോവും. മനുഷ്യരെ, സമൂഹം തിന്മ ചെയ്യുമ്പോ കണ്ടില്ല എന്നടിക്കണ്ട, തടയണം. ഞാൻ മനസ്സിൽ തട്ടി ചോദിച്ചോട്ടെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെയുള്ള വ്യത്യാസം അവിടെ മാറ്റി വെച്ചിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, മക്കള് കണ്ട ആണുങ്ങളെ കൂടെ ഓടിപ്പോകുന്നതിനെ കുറിച്ച് ഏത് അച്ഛനാ വേദന അല്ലാത്തത്? ആ വേദനക്ക് ജാതി മതമുണ്ടോ? 18 വയസ്സ് വരെ കണ്ണിൽ എണ്ണൊഴിച്ച് വളർത്തിയ സുമതി കല്യാണത്തലേന്ന് മറ്റൊരു ചെക്കന്റെ കൂടെ, അബ്ദുൽ അസീസിന്റെ കൂടെ പോകുമ്പോ രണ്ട് വികാര, ഒന്ന് മോൾ ഓടിപ്പോയി, മറ്റൊന്ന് അന്യജാതിക്കാരന്റെ കൂടെ പോയി, മതക്കാരന്റെ കൂടെ പോയി. അനുഭവിക്കുന്നില്ലേ ഈ വേദന? ഇല്ലേ? ഈ വേദനയ്ക്ക് പരിഹാരമുണ്ടോ? മതം പരിഹാരമാണ്, മതം പരിഹാരമാണ്. ഏതൊരു പെണ്ണിനോടും മോനെ, നിന്നെ ഏറ്റെടുക്കുന്ന നാലാട് മുമ്പിൽ നിന്നെ ഏറ്റെടുത്ത ഭർത്താവിനല്ലാതെ നിന്റെ പളിങ്കപാത്രമായ സൗന്ദര്യത്തെ പങ്കുവെക്കരുത് എന്ന് മതം പറഞ്ഞപ്പോ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്ന് മതം പറഞ്ഞു. മതം പെണ്ണിന് സ്വാതന്ത്ര്യം. എന്താ സ്വാതന്ത്ര്യം? ഉടുതുണി ഉരിയാൻ, പൊക്കിൽ കൊടി കാണിക്കാൻ, മാർഗം തുറന്നു കൊടുക്കാൻ, സൗന്ദര്യം വളർത്താൻ, കഴുകക്കണ്ണവരുടെ മുന്നിൽ ഒരു പിടി മാംസം പങ്കുവെക്കാൻ. അല്ലേ? അല്ലേ? അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ബോംബെയിലെ 12,000 ലൈസൻസ് ഉള്ള ചുവന്ന തെരുവിൽ അരപ്പത്തിനെയും മുഴുപ്പത്തിനുമായി കഴിയേണ്ടി വന്നവരെ അരക്കത്തുരിഞ്ഞു കൊടുത്ത പെണ്ണിന്റെ വികാരമല്ല, അല്ല, അന്തപുരങ്ങളിലെ തന്ത്രാട്ടിമാർ മനുഷ്യന്റെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പങ്കുവെക്കുന്ന ആധുനിക ലോകം. ഭർത്താവിന്റെ അഭാവത്തിൽ സ്വന്തം ഭർത്താവിനെ ക്ഷമിക്കുന്ന പെണ്ണ്, അള്ളാനെ പേടിച്ചിട്ട് ഭർത്താവിനെ ചതിക്കാത്ത പെണ്ണ്. ഇസ്ലാം അതുണ്ടാക്കി. ഇസ്ലാമിക ഭരണകൂടം 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ചു ഇസ്ലാം. ഒരു പെണ്ണ് അള്ളാനെ പേടിച്ചിട്ട് ജീവിക്കുന്നിടത്തേക്ക് ആ സ്വഭാവം വളർന്നു. പാലില് വെള്ളം ചേർക്കൂലെന്ന് അവർ തീരുമാനിച്ചു. എന്താ കാരണം? സൗദി അറേബ്യ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ, ദി ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഇതിലെല്ലാം പറയുന്ന ഒരു വാക്ക്, സൗദി അറേബ്യ അന്ധകാര നിബിഡമായി, ഇരുട്ടിലായി. ആ ഇരുട്ടിലായിരുന്ന സൗദി അറേബ്യ 23 കൊല്ലം കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ജനപദത്തെ സൃഷ്ടിച്ചെടുക്കാൻ അറബ് രാജ്യത്തിന് ഇങ്ങനെ കഴിഞ്ഞു. ലോകത്ത് ഭൗതിക സാമ്രാജ്യങ്ങൾ ഭരിച്ചു. ഉട്ടോപിയ എന്ന ലേഖനം 1516 രചിച്ചു. തോമസ് കാന്തൻലായുടെ ദ സിറ്റി ഓഫ് ദി സൺ, ലോകം കണ്ട ധാർമ്മികതയുടെ നിദർശനമായി ഒന്നും നിലവിൽ വന്നില്ല. മദ്യമുക്തമായ രാജ്യം, പലിശാലയമില്ലാത്ത രാജ്യം, വേശ്യാലയത്തിലില്ലാത്ത രാജ്യം, കച്ചവടത്തിന്റെ നേരം നിറയുമറിയുന്ന രാജ്യം, നല്ല ഭർത്താക്കന്മാരെ സൃഷ്ടിച്ച രാജ്യം, നല്ല മരുമക്കളെ സൃഷ്ടിച്ച രാജ്യം, നല്ല പിതാവിനെ സൃഷ്ടിച്ച രാജ്യം, നല്ല ജ്യേഷ്ഠാനുജന്മാരെ സൃഷ്ടിച്ച രാജ്യം, നല്ല അയൽവാസിയെ സൃഷ്ടിച്ച രാജ്യം, വൈയക്തിക വൈദേശിക രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ വിശ്വാസ കർമ്മ ആചാര കൗടംബിക ആപാദ ചൂടമേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ദൈവത്തിന്റെ പടപ്പാട്ട് പാടിയ മതം, അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ചരിത്രം പരിശോധിച്ചോ, ചരിത്രം പരിശോധിച്ചോ, അതാ ഇസ്ലാം. ആ ഇസ്ലാമിന് മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. ആ ഇസ്ലാമിന് ലോകത്തോട് ചിലത് പറയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം മക്കയിൽ ക്ഷമിച്ചു. 13 കൊല്ലം മക്കയിൽ ക്ഷമിച്ചു. തിരിച്ചടിച്ചില്ല, കല്ലെറിഞ്ഞില്ല, കൂട്ടുവിളിച്ചില്ല. പച്ചയായ ഒരു മനുഷ്യൻ, ഒരു നാട്, ഉണങ്ങി വരേണ്ട ഒരു നാട്, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച ഒരു ജനത. മനസ്സിൽ കാണും നിങ്ങൾ. സൗദി അറേബ്യ പർവ്വതങ്ങളാൽ ചുട്ടപ്പെട്ട മരുഭൂമി, പച്ചലകളില്ലാത്ത നാട്, ഹരിതാപമില്ലാത്ത നാട്. ഇഷ്ടവധുവാൻ നിന്നെ സൂര്യൻ അണിയിച്ച ചിത്രപടകഞ്ചുകം വെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം എന്ന് പറയാൻ പച്ചപ്പില്ലാത്ത സൗദി അറേബ്യ. ആ ഊശര ഹൃദയം കയറിയ ജനപദത്തിൽ പ്രവാചകൻ ഭൂജാതനായി. എന്നിട്ട് 23 കൊല്ലം കൊണ്ട് സ്വന്തം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയ ഒരു ജനതയെ
പെൺകുട്ടി ജനിക്കുന്നത് നന്മയായി കണ്ടിടത്തേക്ക് ഒരു ജനത വളർന്നു. കച്ചവടത്തിൽ കൃത്രിമത്വമില്ല, ചതിയില്ല, വഞ്ചനയില്ല. മാലിക് ഇബ്നു ദീനാറും കൂട്ടർ ഇന്ത്യയിൽ വന്നപ്പോ ഒരു തെങ്ങോലയിലെ ഈർക്കൽ പോലും ആരാന്റെ അവിടെ അപഹരിച്ചില്ല. ഒരാളുടെ സ്വത്തും ഞങ്ങൾക്ക് വേണ്ടാറ്. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു നിന്നൊരു ജനതയുണ്ടാക്കി. തൊഴിലാളിയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുത്തു. തൊഴിലാളിയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കാൻ പഠിപ്പിച്ചു ഇസ്ലാം. സത്യം. ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു ഇസ്ലാം. ഭാരിച്ച ജോലി കൊടുത്താൽ നീ അവനെ സഹായിക്കണമെന്ന് പറഞ്ഞു ഇസ്ലാം. ലേ, നിന്റെ കീഴിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവന് നീ ധരിക്കുന്ന പോലെ വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു. നിന്റെ കൈകൊണ്ട് ഉരുള ഭക്ഷണം തൊഴിലാളിയുടെ വായിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞു. നിന്റെ ഡൈനിങ് ടേബിളിൽ എത്തിയവനെ ഭക്ഷണം കഴിപ്പിക്കാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ എന്റെ രവിയേട്ടൻ പൊലയവർഗത്തിൽപ്പെട്ട ഒരാളാണ്. 30 കൊല്ലമായി ഞങ്ങളുടെ മൂത്ത മോൻ, എന്റെ അമ്മന്റെ മൂത്ത മോനാണ് രവി. ഇന്നും എന്റെ വീട്ടിൽ ഇന്നും ജാതി മതം ഉണ്ടായിരുന്നില്ല. ചാതുർവർണ്ണം മയാസക്തം ഗുണകർമ്മ വിഭാഗശേ തദീഹ രമണീയാം ശരണേ ഹപ്യാശേ ഹയദേ രമണീയാം യോനി അബദ്യോരം ബ്രാഹ്മണയോനി വസുകരയോനി ചണ്ടാലയോനി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ തമ്മിൽ തല്ലായിരുന്നു ഇവിടെ. B.R. അംബേദ്കർ പോലും ബെഞ്ചിൽ സഹവിദ്യാർത്ഥികളുടെ കൂടെ ഇരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ഇല്ല, ചാക്കിട്ടിട്ട് നിലത്തായിരുന്നു. ചാക്കിട്ടിട്ട് അതിന് കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. തുപ്പാൻ തുപ്പൽ പാത്രം കഴുത്തിൽ കെട്ടി തൂക്കിയ ഒരു ജനത. അവിടെയാണ് ഖുർആൻ മനുഷ്യരെ നിറത്തിന്റെ പേരിൽ, ജാതീയതയുടെ പേരിൽ, നെൽസൺ മണ്ടേല നോ ഈസി വാട്ട് ടു ഫ്രീഡം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് രാജ്യദ്രോഹം ചെയ്തിട്ടല്ല, നാട്ടുനടപ്പ് ധരിച്ചിട്ടല്ല, എന്റെ സ്കിന്ന് കറുത്തുപോയി എന്ന കാരണം കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ദക്ഷിണാഫ്രിക്കയിലെ ഭരണകൂടം ബെഞ്ചമിൻ മൊളോയിസ് എന്ന കവിയെ തൂക്കിക്കൊന്നു. ഇപ്പതാ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എലത്താളം മുട്ടുന്നൊരു വ്യക്തിയെ പുറത്താക്കിയല്ലോ. കണ്ടില്ലേ, വായിച്ചില്ലേ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എലത്താളം മുട്ടുന്ന ഒരു താഴ്ന്ന ജാതിക്കാരനെ എന്തിനെ പുറത്താക്കി? അയാൾ താഴ്ന്ന ജാതിക്കാരനാന്ന് പറഞ്ഞിട്ട്. ലേ അയാൾ താഴ്ന്ന ജാതിക്കാർ. ഇപ്പോഴുണ്ടോ ഈ ജാതി വ്യവസ്ഥ? ഞാനങ്ങോട്ട് മനുഷ്യര് ബാലേട്ടനെ കെട്ടിപ്പിടിക്കാൻ കഴിയോ? ഭാസ്കരേട്ടനെ കെട്ടിപ്പിടിക്കാൻ കഴിയോ? ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളല്ലേ? ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, 2-ാമത്തെ വചനം, 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, 73-ാമത്തെ വചനം, ഖുർആനിലെ 41-ാം അധ്യായം 13-ാം വചനം, ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനം, ഖുർആനിലെ 84-ാം അധ്യായം 5-6 വചനങ്ങൾ, ഖുർആനിലെ 85-ാം അധ്യായം 5-6-7 വചനങ്ങൾ. മനുഷ്യരെ എന്റെ പൊന്നുമക്കളെ എന്നൊരമ്മ വിളിക്കുക. സർവശക്തനായ പ്രപഞ്ചനാഥൻ, എന്റെ അടിമകളെ, മനുഷ്യരെ, നിങ്ങൾ ഒന്നാട്ടോ, തമ്മ തല്ലരുതിട്ടോ. ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ ബോംബ് കൊണ്ടുപോയി വെച്ച മനുഷ്യനാവൂ? നിരപരാധികൾ കൊല്ലപ്പെട്ടവന് മനുഷ്യനാവൂ? ഗുജറാത്തിൽ മരിച്ചു വീണ മനുഷ്യരുടെ വേദനകളെ എന്താ നമ്മൾ അറിയാതെ പോയത്? ഒരുപാട് അമ്മമാരുടെ കരച്ചിലുകൾ, ഒരുപാട് ഉമ്മമാരുടെ ദീനരോധനങ്ങൾ. അല്ലേ? മോൻ കയറി വരുന്നത്, മകൻ കയറി വരുന്നത് സ്വപ്നം കണ്ട മാതാവ്. ഒരു പിടി ഇറച്ചി കഷ്ണമായി മനുഷ്യൻ സ്വന്തം മകനെ വെട്ടിമുറുക്കി പോളിത്തീൻ കവറിലാക്കി കൊണ്ടുപോയി ഇട്ട് കൊടുത്തപ്പോ ആ മാതാവ് വേദനിച്ച് കാണൂല്ലേ? സ്വന്തം ഭാര്യയെ വെട്ടിമുറുക്കി പോളിത്തീൻ കവറിലാക്കി 7 കൊല്ലം മുങ്ങി മദ്രസാധ്യാപകനായി ഖത്തീബായ ഒരു ചെറുത്താനെ, ഒരു മുസ്ലിം നാമധാരിയെ താടിയും വെച്ച് ഇസ്ലാമിനെ പറയിപ്പിച്ച ഒരു കുരുത്തം കെട്ടവൻ എന്ന പത്രത്തിൽ കണ്ടില്ലേ? സ്വന്തം ഭാര്യയെ വെട്ടിമുറുക്കി പോളിത്തീൻ കവറിലാക്കി 7 ദിക്കുകളിൽ ഉപേക്ഷിച്ച വൃത്തികെട്ടൊരു ജന്മത്തെ, മനസാക്ഷി മരവിച്ചു പോയവരെ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിന്റെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ അമ്മയുടെ കൂടെ കിടന്നിറങ്ങിയ 2 വയസ്സുകാരെ പെൺകുട്ടിയെ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തിയവൻ മനുഷ്യനാണോ? പ്രതികരിക്കാൻ ആളുകളുണ്ടോ? النبي سعيد الخدري رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه وإن لم يستطع فبقلبه وذلك أضعف الإيمان. പ്രവാചകൻ പറഞ്ഞതാ, ഒരു തെറ്റ് നിങ്ങൾ കണ്ടാൽ തടുക്കേണ്ടവർ കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നത് കൈകൊണ്ട് തടുക്കണം. പോലീസുകാര്, അച്ഛൻ മകനെ, അങ്ങനെ കൈകൊണ്ട് അടിക്കേണ്ട ആളുകളുണ്ടല്ലോ നിയമപരമായി.
കൊണ്ട് ഉപദേശിക്കുക, ഹൃദയം കൊണ്ട് വെറുക്കുക. ഒരു തെറ്റിന്റെ കൂടെയും നിൽക്കരുത് നിങ്ങൾ, ലോകം കേടുവന്നു പോകും എന്ന് ഖുർആൻ. പ്രവാചകൻ എങ്ങനെ അവരെ മാറ്റി? ഏറ്റവും വൃത്തികെട്ടൊരു ജനതയെ മാറ്റി ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ട്. ഞാൻ ദയവ് ചെയ്ത് നിങ്ങളോട്, ഒരു നാട്ടിൽ ഒരു സാമൂഹ്യ സംഘടന എല്ലാം കൂടെ ഒന്നിച്ച് വേദഗ്രന്ഥങ്ങൾ വായിക്കാൻ വായനശാല പോലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. മനുസ്മൃതി, ഖുർആൻ, ഋഗ്വേദം, ബൈബിൾ ഒന്ന് വായിച്ചു നോക്ക്. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ഒരു വേദഗ്രന്ഥം എത്രത്തോളം പെർഫെക്റ്റ് ആണ്, എത്രത്തോളം വ്യക്തമാണ്. പ്രവാചകന്റെ ജീവിതം, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കൊല്ലാൻ ഒരു ഉറുമ്പ് പ്രവാചകന്റെ കൂടെ അനുയായികൾ ഒരു താഴ്വരയിൽ തണുത്ത രാത്രിയിൽ അവർ തീയിട്ടു. പ്രവാചകന്റെ ടെന്റിൽ നിന്ന് പ്രവാചകൻ നോക്കിക്കാണ്, ഓടി. ആ ടെന്റ് വിട്ട് പ്രവാചകൻ ഓടി. അവിടെ ചെന്നിട്ട് പ്രവാചകൻ നോക്കുമ്പോൾ ഉറുമ്പുകൾ ചാലിട്ട് വീഴും. പ്രവാചകൻ ചോദിച്ചു, ആരെയും തീയിട്ടത്? ഉടനെ അണക്ക്, ഇവിടെ ഉറുമ്പുകളെ കണ്ടില്ലേ നിങ്ങൾ? ആ തീ അണച്ച് ഒരു ഉറുമ്പ് പോലും അഗ്നിക്കിരയായില്ല എന്നറിഞ്ഞ് സന്തോഷിച്ചാളാ പ്രവാചകൻ. ഒരു പ്രാപ്പിന്റെ മരപ്പത്തിൽ കയറി പ്രാക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന സഹപാഠിയോട്, തിരിച്ചു നീ കൊണ്ടുവെക്ക്, അതിന്റെ തള്ളപ്പക്ഷി കണ്ടില്ലേ എന്ന് ചോദിച്ചു. പനിയായി പറഞ്ഞു, അതെ, എന്റെ പിന്നാലെ വന്ന് എന്റെ കൈകളിൽ പ്രാവ് കൊത്തിക്കൊണ്ടിരുന്നു. പ്രവാചകൻ പറഞ്ഞു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? എങ്കിൽ നീ ആ തള്ളപ്പക്ഷിയുടെ അടുത്ത്, തള്ളപ്പക്ഷിയുടെ കൂട്ടിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വെക്ക്. അതാണ് ആ അമ്മയ്ക്കിഷ്ടം, അതാണ് എനിക്കും ഇഷ്ടം എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകന്റെ തട്ടം വിരിച്ചിട്ടേടത്ത് പൂച്ച കയറി കിടന്നു. പൂച്ച ഉറങ്ങിയിരുന്നു. പ്രവാചകൻ ആ തട്ടത്തിന്റെ ബാക്കി ഭാഗം കട്ട് ചെയ്തെടുത്തു. പൂച്ചയുടെ ഉറക്കിന് ഭംഗം വീഴ്ത്തിയില്ല. അതാണ് ഇസ്ലാം. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ബോംബിട്ടിട്ട് ഞാൻ ഇസ്ലാമിന്റെ ജിഹാദാന്ന് പറയലല്ല ഇസ്ലാം. സമാധാനം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം, ശാന്തി. ബദറൂഹുനും കന്തക്കുണ്ടായതേ സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പടച്ചോൻ മാത്രമാണ് ആരാധനക്കർഹനെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരാദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാട് വിട്ടുപോയിട്ട് പോലും വേട്ടയാടിയ ഒരു ജനതക്കെതിരെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാ പോരാടി. മുഹമ്മദ് നബി ഒരു നബി മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി. മൻമോഹൻ സിംഗ് പട്ടാളത്തെ അയച്ചാൽ അയാൾ യുദ്ധക്കൊതിയാന്ന് പറയില്ല. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ വരുമ്പോ മൻമോഹൻ സിംഗ് പട്ടാളത്തെ അയച്ചാൽ അതൊരു പട്ടാളമാണ്, ഒരു കമാൻഡർ. ആ കമാൻഡർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മതപ്രബോധകൻ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു, കമാൻഡറായിരുന്നു. സിവിൽ ക്രിമിനൽ മേഖല കൈകാര്യം ചെയ്ത പ്രോത്സവനായ ഭരണാധികാരി. റോമിന്റെയും പേർഷ്യയുടെയും യൂറോപ്പിന്റെ ബർബറുകളുടെ കുത്തഴിഞ്ഞ നെറികെട്ട ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് നബി ജനിക്കുന്നത്. ഗിബ്ബന്റെ വാക്കുകളാണ്. ഗിബ്ബൻ ലോകം കണ്ട ചരിത്രകാരൻ. അതുകൊണ്ട് ഈ നാട്ടുകാരോട് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ, ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരണമുണ്ട്. ആ മരണത്തിന് ശേഷം ഒരു ജീവിതവും. ആ ജീവിതത്തിന് വേണ്ടി എന്തു ചെയ്തു? മുജാഹിദ് പ്രസ്ഥാനം മതം സുരക്ഷയാകുന്നു എന്ന ടൈറ്റിലിൽ കഴിഞ്ഞ കുറച്ചു മാസമായി കേരളത്തിന്റെ സകല ദിക്കുകളിലും ഇതുപോലെ വ്യത്യസ്തമായ മനുഷ്യർക്ക് ഉപകാരമുള്ള, ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റിയ നല്ല കുടുംബം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ. മകനെക്കുറിച്ച് അച്ഛൻ ആശങ്കയില്ല. മകൾ ഒളിച്ചോടുമെന്ന് ഒരിക്കൽ പോലും അമ്മ ചിന്തിച്ചില്ല. അത്ര പക്വതയുള്ള കുടുംബം, കള്ളു കുടിക്കാത്ത, പുകവലിക്കാത്ത, നാടിന് സേവകരാകുന്ന. എന്തൊക്കെ ചെയ്യേണ്ട ആളുകൾ? 10 രൂപ ഒരു യുവാവ് ഒരു ദിവസം എടുത്തേച്ചാൽ പോരെ? 100 യുവാക്കൾ 10 രൂപ മാറ്റി വെച്ചാൽ പോരെ? എന്നിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കിയാൽ പാവപ്പെട്ട പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന് ഒരു കമ്പിളിപ്പുറപ്പ് വാങ്ങിക്കൊടുക്കാൻ, സർക്കാർ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ ചെരങ്ങും മുറിയും ചോരയും നീരുമായി കഴിയുന്ന മനുഷ്യന് ഒരു ഗുളിക വാങ്ങിക്കൊടുക്കാൻ, ഒരു ക്യാപ്സ്യൂൾ വാങ്ങിക്കൊടുക്കാൻ, ഒരു ബെഡ് വാങ്ങിക്കൊടുക്കാൻ, ഒരു വാട്ടർ ബെഡ് വാങ്ങിക്കൊടുക്കാൻ, ജീവിതത്തിന്റെ പാതി മനുഷ്യർക്ക് പകിച്ചു നൽകാൻ, അധ്വാനം മുഴുവനും മനുഷ്യന്റെ വേദനകളിൽ ലയിച്ചു ചേരാൻ, ബന്ധനസ്ഥനും പാവപ്പെട്ടവനും ഭക്ഷണം കൊടുക്കുന്നവൻ, അയൽവാസി പട്ടിണി കിടക്കുന്ന വയറു നിറയെ ആഹരിക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. പട്ടിണിപ്പാവങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവൻ സ്നേഹിക്കയില്ല. ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ എന്ന് വയലാർ വെറുതെ പറഞ്ഞ്. മതത്തിന് അതുണ്ടാവണം. മതത്തിന്റെ മാനുഷിക മുഖം അതാണ്. ഇസ്ലാമിന് അതെല്ലാം ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട മമ്പറത്ത് എന്റെ പ്രസംഗം കേട്ടവരോട് എന്റെ ഏതെങ്കിലും വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചുവെങ്കിൽ, വേദനകൾ അനുഭവിക്കാൻ പാടില്ലാത്തൊരു ലോകത്തേക്കുള്ള യാത്രക്ക് നിങ്ങൾക്കത് മുതൽക്കൂട്ടാവട്ടെ. ഒരച്ഛൻ സ്നേഹത്തോടെ മകനെ പ്രഹരിച്ചാൽ, ഒരു ഡോക്ടർ രോഗിയെ ബൈപ്പാസ് സർജറി നടത്തിയാൽ ആ ഡോക്ടർ മോശക്കാരനാവില്ല. രോഗിയോടുള്ള സ്നേഹം ഈ നാട്ടിലെ
വിശ്വാസികളുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നന്മയുണ്ടാക്കാനാണ്, നിങ്ങൾക്ക് പറ്റിയ തെറ്റിനെ തിരുത്തി തരാനാണ്. വേദഗ്രന്ഥങ്ങളുടെ പഠനത്തിലൂടെ ഏകദൈവാരാധനയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്റെ പ്രസംഗത്തിൽ ഞാൻ ആ വിഷയത്തോട് കൂറ് പുലർത്തി ഞാൻ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്. അല്ലാഹുവേ, പ്രപഞ്ചനാഥ, നീ സാക്ഷി, ഈ സദസ്സ് സാക്ഷി, ഈ മരങ്ങൾ സാക്ഷി, ഈ ഭൂമി സാക്ഷി, എല്ലാം സാക്ഷി നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. എത്തിച്ചു തരേണ്ട ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു ചെറിയ തോതിൽ. ഇത് പറയാൻ ഇവിടെ മറ്റു പ്രസ്ഥാനക്കാർ വരില്ല, ഇത് ചെയ്യാൻ മറ്റൊരു മുസ്ലിം സംഘടന നിങ്ങളോട് വരില്ല. ഇതിനേക്കാൾ ഗംഭീരമായ മുദ്രാവാക്യങ്ങൾ പോസ്റ്റ് ഒട്ടിച്ച് ഒരുപാട് പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ കാര്യമാത്ര പ്രസക്തമായത് ജനങ്ങളോട് പറയാൻ, അടിസ്ഥാനപരമായി ജനങ്ങളെ നന്നാക്കാൻ ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. നവോത്ഥാന നായക പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നവോത്ഥാന പ്രസ്ഥാനം. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ, ഒരു നൂറ്റാണ്ടിന്റെ മുജാഹിദ് ചരിത്രത്തിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടി മുജാഹിദ് പ്രവർത്തകൻ അറസ്റ്റിൽ എന്നൊരു വാർത്ത നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല, ഉണ്ടാവില്ല, നാളെ ഉണ്ടാവില്ല. ഒരു കടലമണിയുടെ വലുപ്പത്തിൽ കല്ലെടുത്ത് ഒരു പൊതുമുതലിന് ഈ പ്രസ്ഥാനം എറിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ സമ്മേളനത്തിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടില്ല. ഒരാളുടെ സ്വാതന്ത്ര്യത്തിനൊരു ഞങ്ങൾ കടന്നാക്രമിച്ചിട്ടില്ല, റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ല, നബിദിനത്തിന്റെ പേര് ചെയ്തിട്ടില്ല, ഫ്രീഡം പരേഡിന്റെ പേര് ചെയ്തിട്ടില്ല. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കൽ, അതാണ് പുണ്യം, അതാണ് ഇസ്ലാം. പാവപ്പെട്ട മാധവന്റെ നടയിലെ എന്റെ പ്രാവ് ചരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു മാത്രമെന്ന് പഠിപ്പിച്ച ആളാ പ്രവാചകൻ. അയൽവാസിയായ മാധവന്റെ നട സുരക്ഷിതമാക്കി കൊടുക്കണം, മാവും പ്ലാവും മുറിച്ച് എന്ന് പഠിപ്പിച്ച മതം. അതുകൊണ്ട് ഇതിന് അക്രമ സ്വഭാവമില്ല. ഈ മതം സമാധാനത്തിന്റെ, വിശ്വസാഹോദര്യത്തിന്റെ. സുഹൃത്തുക്കളെ, ഇനിയും ഇൻഷാ അല്ലാഹ് ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ വീണ്ടും ഇവിടെ സംസാരിക്കണമെങ്കിൽ അവസരവും സാഹചര്യവും ഒത്താൽ തുടർന്ന് സംസാരിക്കാം. എന്റെ സംസാരങ്ങളിൽ മുഴങ്ങി നിന്ന 3 പോയിന്റുകൾ: 1, മനുഷ്യരെല്ലാം ഒരു അച്ഛന്റെ അമ്മയുടെയും മക്കളാണ്. 2, മനുഷ്യരൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഏകനാണ്. 3, അവനെ മാത്രം ആരാധിക്കുന്നിടത്താണ് മോക്ഷം. 4, സൃഷ്ടികളെ ആരാധിക്കുന്നത് അപകടവും നരകപ്രവേശനത്തിന് കാരണവുമാണ്. അന്തം തമഹ പ്രഭിശന്തിയേ സത്പുത്യമുപാസതേ തദോമുയൈവദേ ബഹുസംബുദ്യാമരദഹ. ഈശാവാശുപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. ദൈവേതരെ നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്ത് പോകും. അതുകൊണ്ട് ദൈവത്തെ മാത്രം ആരാധിക്കും. ഇസ്ലാമിക സമൂഹത്തോട്, മുസ്ലിങ്ങളോട് ഒരൊറ്റ പ്രവാചകനും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. റബ്ബനാ 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 റബ്ബിക ദുആതൈതനേ റബ്ബി ഔഫിർലി അല്ലാഹുമ്മ എന്നതല്ലാതെ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് ഒരു പ്രാർത്ഥന നടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആനിലില്ല, വിശുദ്ധ ഖുർആനിലില്ല, പ്രവാചകന്റെ ചര്യത്തില്ല. ആയതിനാൽ വളരെ ഗൗരവമായി തന്നെ ഈ കാര്യം നിങ്ങൾ ആലോചിക്കണം. അവസാനിപ്പിക്കുമ്പോൾ പ്രോഫ്കോൺ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് MSM വിദ്യാർത്ഥി സംഘടന നാളെ മുതൽ വെള്ളി, ശനി, ഞായർ പത്തനംതിട്ടയിൽ വെച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം, 18ാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള സമ്മേളനം പത്തനംതിട്ടയിൽ നടക്കും. ഏത് അച്ഛനമ്മമാർക്കും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അങ്ങോട്ടയക്കാം. 3 ദിവസം സുരക്ഷിതമായി. നിങ്ങളുടെ മക്കൾ റാഗിംഗ് ചെയ്യപ്പെടില്ല, നിങ്ങളുടെ മക്കൾ പീഡിപ്പിക്കപ്പെടില്ല, നിങ്ങളുടെ മക്കൾക്ക് മദ്യപിക്കാൻ അവസരമില്ല, നിങ്ങളുടെ മക്കൾക്ക് ധാർമ്മികത പകരുന്ന പ്രഭാഷണങ്ങളല്ലാതെ, സന്ദേശങ്ങളല്ലാതെ, നിർദ്ദേശങ്ങളല്ലാതെ സ്നേഹത്തിന്റെ ഒരു പുതിയ താരാട്ട് പാട്ട് പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ MSMന്റെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ കോൺഫറൻസ് നാളെ മുതൽ 3 ദിവസം ഞായറാഴ്ച വരെ പത്തനംതിട്ടയിൽ വരാം. ജാതി മതഭേദമന്യേ അവിടെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ പല നാടുകളിൽ നടക്കും. ഈ 16-ന് വയനാട്ടിൽ നടക്കുന്നു ജില്ലാ സമ്മേളനം. കണ്ണൂർ ജില്ലാ സമ്മേളനം കമ്പിൽ വെച്ച് നടന്നു കഴിഞ്ഞു കഴിഞ്ഞ 19-ാം തീയതി. അങ്ങനെ വൈവിധ്യമാർന്ന ജനങ്ങൾക്ക് എന്താണ് മതം എന്നിവിടെ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സ്നേഹം, ഐക്യവും ദൈവം പ്രദാനം ചെയ്യുമാറാകട്ടെ. വർഗീയ കലാപങ്ങളിൽ നിന്ന് പ്രപഞ്ചനാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യത്വത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ കരുത്തേകി
രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യസേവകരാകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ ദൈവസന്നിധിയിൽ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാ സ്വാത്വികന്മാരിൽ പ്രപഞ്ചനാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ വാക്കുകൾ സാഗൂതം കേട്ട നിങ്ങൾക്ക് അഗൈരവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.